ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ അസംബിൾ ചെയ്യുന്നത് ഒരു സിമ്പിൾ വിൻഡ് ടർബൈൻ പ്രൊജക്റ്റാണ്. ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു മിനി മോട്ടർ വേണം. ഇത് കോമൺലി അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ ലഭ്യമാണ്, അത് വാങ്ങാം. ഇല്ലെങ്കിൽ പഴയ CD പ്ലെയറിലൊക്കെ വരുന്നൊരു മോട്ടറുണ്ട്, അത് നമുക്ക് അതിൽ നിന്നും അഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒരു DC മോട്ടറാണ്, വളരെ ചെറിയ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു DC മോട്ടർ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യം ഒരു LED ബൾബാണ്. അത് ഇതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ. ഇനി വേണ്ടത് ഒരു സിമ്പിൾ DC to DC ബൂസ്റ്റ് കൺവേർട്ടർ. അത് മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആണ്, ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ സർക്യൂട്ട് നോക്കിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഒരു സിമ്പിൾ DC to DC ബൂസ്റ്റ് കൺവേർട്ടറാണ്. ഇത് അധികം വിലയൊന്നും വരുന്നതല്ല. ഇത് ഇപ്പോൾ എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിലും അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം അസംബിൾ ചെയ്യാനുള്ള ഒരു ബേസ് വേണം, പിന്നെ അതിൻ്റെ കുറച്ച് അനുബന്ധ ഘടകങ്ങളും. മോട്ടറൊക്കെ ഉറപ്പിക്കുന്നതിനും LED ഉറപ്പിക്കുന്നതിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് പാർട്സ്. ഒന്നുകിൽ ഇത് നമുക്കൊരു കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ വുഡിലോ എന്തെങ്കിലും ഈസി ആയിട്ട് പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാൻ പാകത്തിനുള്ള ഒരെണ്ണം മതിയാകും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് റെഡിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു ലീഫ് വേണം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിൻഡിൻ്റെ കൈനറ്റിക് എനർജി വൈദ്യുതിയാക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലീഫ്. അതും ഒന്നുകിൽ കോമൺലി അവൈലബിൾ ആയിട്ടുള്ളത് വാങ്ങാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും പഴയ പ്രൊജക്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അഴിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മോട്ടർ ഉറപ്പിച്ച് നിർത്താനുള്ള ഒരു സ്റ്റാൻഡ് വേണം. അതിന് വേണ്ട പാർട്സ് നമുക്ക് ഇതിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് അതിൻ്റെ ലോക്കിലേക്ക് ഇറക്കി വയ്ക്കാം. ഓക്കെ, അത് ടൈറ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മോട്ടർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബേസ് പ്ലേറ്റ് വേണം. അതിന് 2 സർക്കിളായിട്ടുള്ളൊരു പാർട്ടാണുള്ളത്. ഓക്കെ, അത് കൃത്യമായിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കുക. ആ ഗ്രൂവ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം ഇറക്കി വയ്ക്കാൻ. പിന്നീട് വരുന്നത് ഇതിൻ്റെ മോട്ടറിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു ഹാൻഡിലോട് കൂടിയുള്ള ഒരു സർക്കിളാണ്. ഓക്കെ, അത് നമുക്ക് ഇൻ കേസ് വിൻഡിനനുസരിച്ച് മോട്ടറിൻ്റെ ഡിറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ലോക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ചെറിയ ഹാൻഡിലാണ്, അതും കൃത്യമായിട്ട് ആ ഗ്രൂവിലേക്ക് ഇറക്കി വയ്ക്കാം. ഓക്കെ, അത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മിനി മോട്ടറിൻ്റെ കേബിൾ ഈ ബൂസ്റ്റ് കൺവെർട്ടറിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ പോസിറ്റീവ് വയർ എന്ന് പറയുന്നത് ബ്ലാക്കും നെഗറ്റീവ് എന്ന് പറയുന്നത് റെഡുമാണ്. ഇതൊരു DC മോട്ടറാണ്, അതുകൊണ്ട് തന്നെ ഇത് DC വോൾട്ടേജ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റെഡ് പോസിറ്റീവിലേക്കും റെഡ്
നെഗറ്റീവിലേക്കും ബ്ലാക്ക് പോസിറ്റീവിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നോർമൽ സർക്യൂട്ടിലുള്ളത് പോലെയല്ല. ഓക്കെ, ഒരു സോൾഡറിങ് അയൺ അവൈലബിൾ ആണെങ്കിൽ അത് നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് പിരിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് ടൈറ്റായിട്ട് ലൂസ് കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ വേണം കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന് ഇലക്ട്രിസിറ്റി വരുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മോട്ടർ അതിൻ്റെ സ്റ്റാൻഡിലേക്കൊന്ന് ഉറപ്പിച്ച് വയ്ക്കാം. അതിനുശേഷം ഇലക്ട്രിസിറ്റി വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഗ്രൂവോട് കൂടിയ 2 പ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അത് അതിൻ്റെ ലോക്കിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് മോട്ടർ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് മോട്ടർ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം അതിലേക്ക്. ഓക്കെ, അത് കൃത്യമായിട്ട് തന്നെ ഉറച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ ലീഫ് ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം LED കണക്ട് ചെയ്യാം, എന്നിട്ട് പവർ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ലീഫ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഇതിന് സ്ക്രൂവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അസംബ്ലിങ് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇത് നമുക്കൊരു LED കണക്ട് ചെയ്തിട്ട് നോക്കാം പവർ വരുന്നുണ്ടോ എന്ന്. ഓക്കെ, ഇത് ക്ലോക്ക് വൈസിൽ കറക്കിയാൽ പവർ വരില്ല, അതുകൊണ്ട് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് കറക്കണം. ഓക്കെ, ഇപ്പോൾ LED പ്രകാശിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി LED റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പാർട്സ് കൂടി കണക്ട് ചെയ്യാം. അതിന് വേണ്ടി വരുന്നത് ഇനി LED ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അത് കണക്റ്റ് ആയിട്ടുണ്ട്. അത് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സർക്കിൾ പാർട്സ് അത് ഇറക്കി വയ്ക്കാം. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് LED കറക്റ്റായിട്ട് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ സർക്കിൾ ഇറക്കി വയ്ക്കുന്നത്. അതിനുശേഷം ഈ DC ബൂസ്റ്റ് കൺവെർട്ടർ അതിൻ്റെ അടിയിൽ നിന്ന് കൊടുത്തിട്ട് LED അതിലേക്ക് പ്ലഗ് ചെയ്ത് കൊടുക്കുക. ഇതിനും സ്ക്രൂ ഒന്നുമില്ല, ജസ്റ്റ് USB പ്ലഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ബലത്തിലാണ് ഇത് ഉറച്ചു നിൽക്കുന്നത്. ഇത് കുറച്ച് ലൂസ് ആയതുകൊണ്ടാണ് അത് കണക്റ്റ് ആവാത്തത്. ഓക്കെ, അത് കൃത്യമായിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇത് അധികം വലിയ ലീഫ് അല്ലാത്തതുകൊണ്ട് കോമൺ വിൻഡിൽ ഇത് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ LED പ്രകാശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വിൻഡിൻ്റെ എനർജി കൊണ്ട് LED പ്രകാശിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എയർ എന്തെങ്കിലും ഒന്ന്
കൊടുത്ത് നോക്കാം. അപ്പോൾ അത് പ്രകാശിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.